ചാപ്റ്റർ 8 ഘടനാപരമായ മാറ്റം, സ്ട്രക്ചറൽ ചേഞ്ച് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത് ഫസ്റ്റ് ഇയറിൽ പഠിച്ച സാമൂഹ്യ മാറ്റം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എന്ന ചാപ്റ്ററിൻ്റെ ഒരു തുടർച്ചയാണ്. ആ സാമൂഹ്യ മാറ്റം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് സാമൂഹ്യ മാറ്റം എന്താണ്, ദീർഘകാലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാമൂഹ്യ മാറ്റങ്ങൾക്ക് പല തരങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഘടനാപരമായ മാറ്റം, പരിണാമപരമായ മാറ്റം, സാംസ്കാരികമായ മാറ്റങ്ങൾ, സാങ്കേതിക വിദ്യ മൂലമുള്ള മാറ്റങ്ങൾ, അങ്ങനെ നിരവധി സാമൂഹ്യ മാറ്റത്തിനുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇനി അങ്ങോട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയും സാമൂഹ്യ മാറ്റത്തെക്കുറിച്ചാണ്. ഇത് ശരിക്കും രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ ആദ്യം ഘടനാപരമായ മാറ്റം 8ാം ചാപ്റ്ററും 9ാം ചാപ്റ്റർ സാംസ്കാരികമായ മാറ്റവുമാണ്. അപ്പം നമുക്ക് ഇന്ന് ഘടനാപരമായ മാറ്റം നോക്കാം. ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഒരു 3 ദിവസം കൊണ്ട് ഈ ചാപ്റ്റർ പഠിപ്പിച്ച് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി ആകെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്തെല്ലാം പഠിക്കുന്നു എന്നൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം. നമ്മളിവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ശേഷം കൊളോണിയലിസം എന്ത് എന്ന് നമ്മൾ മാർക്കറ്റ് വിപണി എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കൊളോണിയലിസം എന്താണെന്നും കൊളോണിയലിസം മൂലം ഇവിടെ ഉണ്ടായ മുതലാളിത്ത വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ, മുതലാളിത്തം എന്തെന്നും നമ്മൾ വിപണി എന്ന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. അത് പുതിയ ആശയമല്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മുതലാളിത്തത്തിൻ്റെ സവിശേഷതകൾ, കൊളോണിയലിസം മൂലം ഉള്ള മാറ്റങ്ങൾ, സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ത്, ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൊളോണിയലിസം എന്തിനാണ് ഇവിടെ പഠിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കാം. സമൂഹത്തിൽ മാറ്റമുണ്ടാകാൻ ഇന്ത്യയിലുണ്ടായ സാംസ്കാരികവും ഘടനാപരവും എല്ലാ മാറ്റങ്ങൾക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് കൊളോണിയലിസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളോണിയലിസം ഒന്ന് പറഞ്ഞ ശേഷം നമുക്ക് മാറ്റങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ്. ഘടനാപരമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കാരണങ്ങൾ മൂലം സമൂഹത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഘടനാപരമായ മാറ്റം എന്ന് പറയുന്നു. അതിന് നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ ഗ്രാമമായിരുന്നതൊക്കെ മാറിയിട്ട് നഗരങ്ങളാകുന്നു. അപ്പോൾ അവിടെ ഘടനയിലാണ് മാറ്റം ഉണ്ടാകുന്നത്. വ്യവസായവൽക്കരണം എന്ന് പറയുമ്പോൾ കുലത്തൊഴിലുകൾ ചെയ്തുകൊണ്ട് ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു സമൂഹം വ്യവസായശാലകളൊക്കെ കെട്ടി ഉണ്ടാക്കി അവിടങ്ങളിൽ പണി ചെയ്യുമ്പോൾ അത് ഘടനാപരമായ മാറ്റമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിപണികളിൽ കൈമാറ്റം, സാധനങ്ങൾ കൈമാറ്റം ചെയ്തുകൊണ്ട് നമ്മൾ വിപണി വ്യവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവിടെ പേപ്പർ മണി ഉണ്ടാകുമ്പോൾ അതും ഘടനാപരമായ മാറ്റമാണ്. ബാങ്കിങ് വ്യവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഒക്കെ ഘടനാപരമായ മാറ്റങ്ങൾക്കകത്ത് വരുന്നതാണ്. സ്ട്രക്ചറൽ ചേഞ്ചിനകത്താണ് അതൊക്കെ വരുന്നത്. അപ്പോൾ അതിനെല്ലാം അടിസ്ഥാനമായ ഒരു ആശയം കൊളോണിയലിസവും കൊളോണിയലിസം സപ്പോർട്ട് ചെയ്യുന്ന മുതലാളിത്തവും, അല്ലെങ്കിൽ മുതലാളിത്തത്തിന് കാരണം, മുതലാളിത്തം എന്ന് പറയുന്ന ആശയം ഇത്രയും വികസിക്കുവാൻ കാരണം കൊളോണിയലിസമാണ്. ഇനി കൊളോണിയലിസം ഉണ്ടാകുവാനുള്ള കാരണം എന്ന് പറയുന്നത് വ്യാവസായിക വിപ്ലവമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ ഈ വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്ന ഒരു വ്യവസായശാലകൾ ഉണ്ടാകുന്ന ആശയം വന്നതോടുകൂടിയാണ് കൊളോണിയലിസം പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നത്. അപ്പോൾ ആ കൊളോണിയലിസം എന്ന് പറയുന്നത് ഒരാശയം ഘടനാപരമായ മാറ്റം എന്ന സംഭവത്തിലേക്ക് എത്തുന്നത് നഗരവൽക്കരണത്തിലും വ്യവസായവൽക്കരണത്തിലുമാണ്. അപ്പോൾ അത് പഠിക്കുവാൻ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് നമ്മൾ കൊളോണിയലിസം പഠിക്കുന്നത്. ഇനി കൊളോണിയലിസം ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്നത്. കൊളോണിയലിസം ഇന്ത്യയിൽ ഘടനാപരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൊളോണിയലിസം പറയുന്നത്. കൊളോണിയലിസം ശരിക്ക് പറഞ്ഞാൽ ഒരു ആശയമാണ്. അത് സാംസ്കാരിക മാറ്റത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ആ ആശയം ഉൾക്കൊള്ളുന്നത് കൊണ്ട്. പക്ഷെ അത് നമ്മുടെ ഇവിടെ ഘടനാപരമായ മാറ്റം ഉണ്ടാക്കിയത് കൊണ്ട് നമ്മളതിനെ ഇവിടെ പഠിച്ചുകൊണ്ടായിരിക്കും ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. കൊളോണിയലിസം ഇന്ത്യയിൽ ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. നമ്മുടെ പാർലമെൻറ്റ്, നമ്മുടെ നിയമവ്യവസ്ഥ, നമ്മുടെ പോലീസ് സംവിധാനം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, നമ്മുടെ ആഹാര രീതികൾ, നമ്മുടെ യൂണിഫോം വ്യവസ്ഥ സ്കൂളുകളിൽ കാണപ്പെടുന്നത്, നമ്മുടെ സൈന്യത്തിൻ്റെ നിയമങ്ങൾ, സൈന്യത്തിൻ്റെ സ്ട്രക്ചർ, ഘടന എല്ലാം തന്നെ കൊളോണിയലിസം
ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമായിട്ട് നിൽക്കുന്നവയാണ്. അപ്പോൾ കൊളോണിയലിസം ഇന്ത്യയിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആഹാര രീതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ബ്രെഡ്, ഓംലെറ്റ്, ബിസ്ക്കറ്റ്, കേക്ക് ഒക്കെ നമ്മുടെ ആഹാര സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിനുള്ള ഒരു കാരണം എന്താണ്? കൊളോണിയലിസം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ പോയെങ്കിലും ആ സംസ്കാരങ്ങൾ നമ്മളിലേക്ക് വരികയും നമ്മളുടെ ഘടനയിൽ അപ്പാടെ നമ്മുടെ പാർലമെൻറ്റ് വ്യവസ്ഥയും നമ്മുടെ നിയമവ്യവസ്ഥയും പോലീസ് സംവിധാനത്തിനെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെയും ഒക്കെ മാറ്റുവാൻ ഈ കൊളോണിയലിസം കാരണമായിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം യോഗ്യതയും അന്തസ്സുമായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ ഒരു വിദേശ ഭാഷയാണ്. സംസ്കൃതമായിരുന്നു ഇന്ത്യക്കാരുടെ ഭാഷ. എങ്കിലും ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം ഒരു പ്രത്യേക ഒരു യോഗ്യതയും അന്തസ്സുമായി കണക്കാക്കുന്നു. വിദ്യ നിഷേധിച്ചിരുന്നവർ, അതായത് സംസ്കൃതം പഠിക്കുവാൻ അനുവാദമുണ്ടായിരുന്നവർ ഇന്ന് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു. ഈ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അവരെ, അതായത് സംസ്കൃതം പഠിക്കുവാൻ അനുവദിക്കാതിരുന്ന അവരെ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്തുവാനായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സഹായിച്ചു. വ്യാപാരത്തിലും ആഗോള വിപണിയിലും ഭാഷാ പരിജ്ഞാനം നമ്മെ, ഭാഷയിൽ ലാംഗ്വേജിൽ നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വ്യാപാരം നടത്തുവാനും ആഗോള വിപണികളിലൊക്കെ ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ അത് നമ്മെ സഹായിക്കുന്നു. സാമ്രാജ്യത്വത്തെ എതിർത്തിരുന്നു. സാമ്രാജ്യത്വം എന്ന് പറയുന്നത് കൊളോണിയലിസത്തിൻ്റെ വേറൊരു പേരാണ് കേട്ടോ, അത് ഓർത്തു വയ്ക്കുക. കൊളോണിയലിസത്തിൻ്റെ തനി മലയാളം എന്ന് പറയുന്നത് സാമ്രാജ്യത്വം എന്നുള്ളതാണ്. കൊളോണിയലിസം ഒരു ഇംഗ്ലീഷ് പദമാണ്. കൊളോണിയലിസത്തെ എതിർത്തിരുന്നുവെങ്കിലും മാറ്റങ്ങൾ അംഗീകരിച്ചു. ആര്? ഇന്ത്യക്കാർ. അപ്പോൾ നമ്മൾ എതിർത്തു. അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട്. നമുക്ക് ഇതൊന്നും ഇഷ്ടമില്ലെങ്കിലും നമ്മൾ അവരുടെ ഒരുപാട് കാര്യങ്ങൾ നാം പോലും അറിയാതെ നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഘടനാപരമായ മാറ്റങ്ങളെ പിന്തുടർന്നുകൊണ്ട് സാംസ്കാരിക മാറ്റങ്ങളും ഉണ്ടാകുന്നു. സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാകുമ്പോൾ പാർലമെൻറ്റിൻ്റെ സ്ട്രക്ചറിൽ, നിയമവ്യവസ്ഥയിൽ, പോലീസ് സംവിധാനത്തിൽ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊക്കെ ഘടനാപരമായി മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാം? സാംസ്കാരിക മാറ്റവും ഉണ്ടാകാം. അതുപോലെ തന്നെ ഒരു സമൂഹത്തിൽ സാംസ്കാരിക മാറ്റം ഉണ്ടായാൽ അവിടെ ഘടനാപരമായ മാറ്റവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കണക്ഷനുള്ള രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിനടുത്ത് ഞാൻ പഴയ കാലത്ത് ജീവിക്കുന്നു. എൻ്റെ വീട്ടിനടുത്തൊരു ബ്രിട്ടീഷുകാർ താമസിക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ജോലിക്കാരിയാണ്. ഞാൻ അവിടെ ജോലിക്ക് പോകുമ്പോൾ ഈ ബ്രിട്ടീഷുകാർ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അവരുടെ ചെരുപ്പ്, അവരുടെ എല്ലാ രീതികളും കണ്ട് അതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് മോഹിച്ച് ഞാനത് പതുക്കെ കടയിൽ അവൈലബിൾ ആണെങ്കിൽ പോയി വാങ്ങി അത് ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഞാനത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ വീട്ടുകാരത് ഉപയോഗിക്കാൻ തുടങ്ങും, അല്ലേ? എൻ്റെ വീട്ടുകാർ ഉപയോഗിക്കുമ്പം ചിലപ്പോൾ അത് കണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ മൊത്തം അത് ഉപയോഗിക്കുമ്പോൾ നാട്ടുകാർ ചിലപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു സംസ്കാരം, വിദേശ സംസ്കാരം, ആ ബ്രിട്ടീഷ് കുടുംബത്തിൽ നിന്നും ഞാൻ നേടിയെടുത്ത ആ ഒരു സംസ്കാരം, അറിഞ്ഞോ അറിയാതെയോ ഞാൻ നേടിയെടുത്ത ആ ഒരു സംസ്കാരം പതിയെ സമൂഹത്തിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ വ്യാപിക്കുമ്പോൾ ചിലപ്പോൾ ഘടനാപരമായി വലിയ രീതിയിലും എന്തുണ്ടാകാം? മാറ്റങ്ങളുണ്ടാകാം. പരമ്പരാഗത ഡ്രസ്സുകളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മറ്റു രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായശാലകളൊക്കെ വരുവാനും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതികളിലൊക്കെ മാറ്റമുണ്ടാകുവാനും ഒക്കെ അത് വഴിയൊരുക്കും. അപ്പോൾ സാംസ്കാരിക മാറ്റത്തിന് ഘടനാപരമായ മാറ്റം ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട്. തിരിച്ച് ഘടനാപരമായ മാറ്റം എന്തും ഉണ്ടാക്കും? സാംസ്കാരിക മാറ്റങ്ങളെയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഇൻട്രൊഡക്ഷനാണ്. ഇന്ത്യയിൽ കൊളോണിയലിസം മൂലം നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോഴും ഘടനാപരമായ മാറ്റങ്ങൾ ഉണ്ട് എന്നതിന് ഉദാഹരണമാണ് ആ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഘടനാപരമായ മാറ്റങ്ങളെ പിന്തുടർന്നുകൊണ്ട് സാംസ്കാരിക മാറ്റങ്ങളും ഉണ്ടാകുന്നു. ഇവിടെ ഘടനാപരമായ മാറ്റങ്ങളായ വ്യവസായവൽക്കരണവും നഗരവൽക്കരണവുമാണ് നമ്മൾ താഴേക്ക് പഠിക്കുന്നത്. അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കൊളോണിയലിസത്തെ ഒന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൊളോണിയലിസം എന്നുള്ളത് ഒരു 8 മാർക്കിന് ചോദിക്കാം കേട്ടോ. സാധാരണ ചോദിക്കുന്നതാണിത്. കൊളോണിയലിസം എന്താണ് എന്നുള്ളത് 8 മാർക്കിന്. അപ്പോൾ ഈ ഒരു ഭാഗവും അടുത്ത ഒരു ഭാഗവും ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മുഴുവൻ കൊളോണിയലിസത്തിനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ ഇടയിൽ നമ്മൾ കുറച്ച് കൊളോണിയലിസവുമായി ബന്ധമുള്ള മുതലാളിത്തം അഥവാ ക്യാപിറ്റലിസം എന്ന ഒരു ആശയത്തിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട്. ഇനി എന്താണ് കൊളോണിയലിസം അഥവാ സാമ്രാജ്യത്വം എന്ന് നോക്കാം നമുക്ക്. 3 മാർക്കിന് അത് ചിലപ്പം ചോദിക്കാം. ഡെഫിനിഷനാണ്: ഒരു രാജ്യം
മറ്റൊരു രാജ്യത്തിന് മേൽ സ്ഥാപിക്കുന്ന ഭരണത്തെ കൊളോണിയലിസം എന്ന് പറയുന്നു. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ച് അവരുടെ പരമാധികാരം നേടിയെടുത്തുകൊണ്ട് അവരുടെ സാധനങ്ങളും ഉൽപ്പന്നങ്ങളും ജനങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്ത് ജീവിക്കുമ്പോഴാണ് അത് കൊളോണിയലിസമായിട്ട് മാറുന്നത്. അത് ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കൊളോണിയലിസം ആകുന്നില്ല. ദീർഘകാലം 150 വർഷമാണ് ബ്രിട്ടീഷുകാർ നമ്മെ ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ദീർഘകാലം ഒരു രാജ്യത്തിന് മേൽ മറ്റൊരു രാജ്യം അവകാശം സ്ഥാപിച്ച് ഭരിക്കുമ്പോഴാണത് കൊളോണിയലിസമായിട്ട് മാറുന്നത്. മറ്റു രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനായി മുതലാളിത്ത രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത കവർച്ചാ സമ്പ്രദായമാണ് കൊളോണിയലിസം. മറ്റൊരു നിർവചനമാണിത്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പക്ഷേ രണ്ടും അറിഞ്ഞിരിക്കണം, കാരണം ചിലപ്പോൾ ഇത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന് ചോദിക്കാം. മറ്റ് രാജ്യങ്ങളെ ചൂഷണം ചെയ്യുന്നതിനായി മുതലാളിത്ത രാജ്യങ്ങൾ വികസിപ്പിച്ചെടുത്ത കവർച്ചാ സമ്പ്രദായമാണ് ഡാഷ് എന്ന് ചോദിക്കാം. കൊളോണിയലിസം എസ് എഴുതുമ്പോൾ ഒരു നിർവചനം മാത്രം എഴുതിയാൽ മതിയാണ്. ഇനി ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം ഉയർത്തിയത് ആരാണ്? ബ്രിട്ടനാണ് ഏറ്റവും വലിയ കോളനി ഉയർത്തിയിട്ടുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത്. മുതലാളിത്തം എന്ന ആശയത്തിന് മുമ്പ് തന്നെ, അതായത് ഈ ബ്രിട്ടീഷുകാർ ഇങ്ങനെ കൊളോണിയലിസം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം അവരുടെ മനസ്സിൽ വരുവാനുണ്ടായ കാരണം എന്താണ്? വ്യാവസായിക വിപ്ലവമാണ്. വ്യാവസായിക വിപ്ലവം ആണ് മുതലാളിത്തം എന്ന ആശയത്തിനെ വളർത്തിയെടുത്തത്. അപ്പോൾ അവരവരുടെ സ്ഥലങ്ങളിൽ വ്യവസായങ്ങൾ വന്നപ്പോൾ അവർക്ക് തോന്നി മറ്റു രാജ്യങ്ങളെ പോയി കീഴടക്കി വച്ച് അവിടെ പോയിട്ട് ലാഭമുണ്ടാക്കാം, അവരുടെ അസംസ്കൃത വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ സ്ഥലത്ത് സാധനങ്ങൾ ഉണ്ടാക്കാം തുടങ്ങിയ ചിന്തകൾ വരുവാൻ ഒരു കാരണം എന്ന് പറയുന്നത് ഈ മുതലാളിത്ത ചിന്താഗതികളാണ് കൊളോണിയലിസത്തിന് കാരണമായത്. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഈ ബ്രിട്ടൻ വന്ന് നമ്മളെ ഇവിടെ കോളനി ആക്കുന്നതിന് മുന്നേ തന്നെ, മുതലാളിത്തം എന്ന ആശയം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ശകന്മാർ, ഗ്രീക്കുകാർ, കുഷാണന്മാർ, തുർക്കികൾ, മുഗളന്മാർ തുടങ്ങിയവർ ഇവിടെ ഭരണം നടത്തിയിരുന്നു. അവരൊക്കെ നമ്മളെ കീഴടക്കി വച്ചിട്ട് മുഗൾ രാജാക്കന്മാർ, തുർക്കികൾ, ശകൻ, ഗ്രീക്ക്, കുഷാണന്മാരൊക്കെ നമ്മളെ കീഴടക്കി വെച്ച് ഭരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ സാമ്രാജ്യം സ്ഥാപിച്ചപ്പോഴാണ് മുതലാളിത്ത വ്യവസ്ഥിതി നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നത്. മുതലാളിത്തം കാലഘട്ടത്തിലാണ് ബ്രിട്ടൻ ഇന്ത്യയെ കീഴടക്കിയത്. മുതലാളിത്തം വികസിച്ച് വന്ന കാലത്താണ് ബ്രിട്ടൻ വന്നിട്ട് ഇന്ത്യയെ കീഴടക്കുന്നത്. ഇനി അപ്പം അത്രയും ഒരു കൊളോണിയലിസം എന്ത് എന്നുള്ളത് നമ്മൾ അതിൽ ഏറ്റവും പ്രധാന നിർവചനം ഓർത്തു വയ്ക്കുക. പിന്നെ ഏറ്റവും വലിയ സാമ്രാജ്യം അല്ലെങ്കിൽ കോളനി ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ്? ബ്രിട്ടനാണ്. ഈ ഒരു മുതലാളിത്തം എന്ന് പറയുന്ന ആശയം ആണ് കൊളോണിയലിസത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ മുതലാളിത്തവും ബ്രിട്ടീഷുകാരും വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നമ്മളെ മറ്റുള്ള ആൾക്കാർ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ശകന്മാരും ഗ്രീക്കുകാരും കുഷാണന്മാർ, തുർക്കികൾ, മുഗളന്മാരൊക്കെ നമ്മളെ ഇവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. ഇനി മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തിലെ സാമ്രാജ്യ സ്ഥാപനവും മുതലാളിത്ത കാലത്തെ സാമ്രാജ്യ സ്ഥാപനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? 4 മാർക്കിന് ഏതോ ഒരു വർഷം ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു വലിയ എസ്സേ എഴുതാൻ പോകുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതില്ല. കൊളോണിയലിസത്തിനെ മനസ്സിലാക്കൽ എന്ന് പറയുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മതി. ജസ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു, മുതലാളിത്തം എന്ന ആശയത്തിന് മുമ്പ് ശകന്മാരും ഗ്രീക്കുകാരും കുഷാണന്മാരും ഒക്കെ ഇവിടെ ഭരണം നടത്തിയിരുന്നു. അവരുടെ ഭരണം മുതലാളിത്ത ഭരണത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അവിടെ കൊടുത്താൽ മതിയാവും. ഈ ഒരു ഭാഗം തന്നിരിക്കുന്നത് എന്തിനാണ്? ചെറിയ മാർക്കിന് ചോദിക്കും, 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മുതലാളിത്ത കാലത്തെ സാമ്രാജ്യ സ്ഥാപനം അഥവാ കോളനി വൽക്കരണവും മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തിലെ കോളനി വൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ്. അപ്പോൾ മുതലാളിത്ത പൂർവ്വകാലം, മുതലാളിത്തം എന്ന ആശയം വരുന്നതിന് മുന്നേ എന്തായിരുന്നു ഈ വന്ന ശകന്മാരുടെയും ഗ്രീക്കുകാരുടെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു? സമ്പത്ത് കൊള്ളയടിയിലാണ് അവർ ശ്രദ്ധിച്ചിരുന്നത്. ഓക്കെ, സമ്പത്ത് കൊള്ളയടിയിലായിരുന്നു അവർ ശ്രദ്ധിച്ചിരുന്നത്. സാമ്പത്തിക ഘടനയിൽ ഇടപെട്ടിട്ടില്ല. സമ്പത്ത് കൊള്ളയടിക്കണം, പക്ഷേ നമ്മുടെ സാമ്പത്തിക ഘടനയിലൊന്നും മാറ്റം വരുത്തുവാനായിട്ട് അവരൊന്നും ശ്രമിച്ചിട്ടില്ല. ഇവിടെ എക്സ്ചേഞ്ച് സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ തന്നെ നടന്നോട്ടെ എന്ന് പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു രീതിയായിരുന്നു അവിടെ കാഴ്ചവെച്ചിരുന്നത്. കൊള്ള മുതലുമായി മടങ്ങിപ്പോവുകയും ചെയ്തു. ചിലർ ഇവിടെ താമസിച്ചു. മുഗളന്മാർ വൈദേശിക സ്വഭാവം നഷ്ടപ്പെട്ടു. ചിലർ തിരിച്ച് അവരവരുടെ സ്ഥലത്ത് പോയില്ല, ഇവിടെയൊക്കെ ഇഷ്ടമായപ്പോൾ ഇവിടെയൊക്കെ താമസിച്ച് ഇവിടെയുള്ളവരെയൊക്കെ കല്യാണം കഴിച്ച് വൈദേശിക സ്വഭാവമൊക്കെ മാറി ഇവിടത്തുകാരായിട്ട് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അതാണ് മുതലാളിത്ത പൂർവ്വ കാലഘട്ടത്തിലെ സാമ്രാജ്യ സ്ഥാപനം. ഇനി മുതലാളിത്ത കാലത്ത് സമ്പത്ത് കൊള്ളയടിച്ച്, രണ്ടുപേരുടെയും ലക്ഷ്യം സമ്പത്ത് കൊള്ളയടിക്കുക എന്ന് തന്നെയാണ്.
സാമ്പത്തിക ഘടനയിൽ മാറ്റം വരുത്തി നയങ്ങൾ അവർക്കായി നിർമ്മിക്കുകയായിരുന്നു ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്ന ഘടനയിൽ, സാമ്പത്തിക ഘടനയിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് അവർ കൂടുതൽ സമ്പത്ത് കൊള്ളയടിക്കുവാനും കൂടുതൽ ലാഭമുണ്ടാക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഉൽപ്പാദന മേഖലയിൽ മാറ്റം വരുത്തി വനനിയമങ്ങൾ ഉണ്ടാക്കി. ഉൽപ്പാദന മേഖലയിലൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി. പരമ്പരാഗത തൊഴിലുകളെയൊക്കെ അവർ അടിച്ചമർത്തി കളഞ്ഞു. അവർക്ക് വേണ്ടുന്ന വ്യവസായങ്ങൾ കൊണ്ടുവന്നു. അവർക്ക് വേണ്ടുന്ന ഉൽപ്പാദന രീതികൾ നടത്തുന്നു. നമ്മുടെ വന നിയമങ്ങളൊക്കെ നമ്മൾ ഗോത്ര സമുദായങ്ങളിലൊക്കെ പഠിച്ചു അല്ലേ, ഒരുപാട് വന നിയമങ്ങളൊക്കെ ഉണ്ടാക്കി. ചില സ്ഥലങ്ങളിൽ കയറാം, ചിലയിടത്ത് കയറാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ തുടങ്ങി. ഇവിടെ തേയിലക്കൃഷി നല്ലതായിട്ട് ലാഭമുണ്ട്, അതുകൊണ്ട് തേയിലക്കൃഷി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് തേയിലത്തോട്ടങ്ങൾ ആരംഭിക്കുന്നു. വൈദേശിക സ്വഭാവം നിലനിർത്തി. അവർ ഇവിടെയെങ്ങും വന്ന് തങ്ങിയോ നിൽക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. വൈദേശിക സ്വഭാവം നിലനിർത്തുകയും ഇവിടെയുള്ളതൊക്കെ ചൂഷണം ചെയ്തു. നമ്മുടെ നയങ്ങൾ മാറ്റിമറിച്ചു. നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ മാറ്റം വരുത്തി. വന നിയമങ്ങൾ പുതിയതായി ഉണ്ടാക്കിയപ്പം നമ്മുടെ സാമ്പത്തിക മേഖലകളിലും നിയമ മേഖലകളിലുമൊക്കെ അവർ കയറി കൈകടത്തി തേയിലത്തോട്ടങ്ങളൊക്കെ ആരംഭിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത കൃഷികളെയൊക്കെ നശിപ്പിച്ചിട്ട് അവർ തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് തുടങ്ങി. ഇനി അപ്പോൾ അടുത്തത് നമ്മൾ മുതലാളിത്തത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. മുതലാളിത്തം എന്താണ്, മുതലാളിത്തത്തിൻ്റെ സവിശേഷത എന്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി പറയുന്നത്. മുതലാളിത്തത്തിൻ്റെ സവിശേഷതകൾ: ഉൽപ്പാദന മാർഗങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് മുതലാളിത്തം എന്ന് പറയുന്നത്. സവിശേഷത പറയുമ്പോൾ അത് എന്താണെന്നും കൂടെ പറയുന്നുണ്ട്. ഉൽപ്പാദന മാർഗങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് എന്ത്, മുതലാളിത്തം. ഉൽപ്പാദന മാർഗം എന്ന് പറയുമ്പോൾ ഫാക്ടറി, ഭൂമി ഒക്കെ സ്വകാര്യ വ്യക്തികൾക്ക് ഉടമകളായിരിക്കും. മുതലാളിമാരെന്നവർ അറിയപ്പെടുന്നു. അവർ ആളുകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അവരുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം. ലാഭം, പരമാവധി ലാഭം എന്നതാണ് മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യം. ഒരു മാർക്കിന് ചോദിക്കാം. ലാഭം, പരമാവധി ലാഭം എന്നതാണ് മുതലാളിത്തത്തിൻ്റെ മുദ്രാവാക്യം. വളരുവാനും വികസിക്കുവാനുമുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള ഒരു ടെൻഡൻസിയും അവർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് എന്താണ് മുതലാളിത്തം? 2, അവരുടെ ലക്ഷ്യം ലാഭമാണ്. അവരുടെ മുദ്രാവാക്യം ലാഭം, പരമാവധി ലാഭം എന്നതാണ്. മുതലാളിത്തം വളർന്നത് എങ്ങനെ എന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കുന്നത്. അപ്പോൾ ഇത് സവിശേഷത ചോദിച്ചാലും എഴുതാം, അതുപോലെ തന്നെ നിർവചനം ചോദിച്ചാലും സെയിം തന്നെ നമുക്ക് എഴുതാൻ സാധിക്കുന്നു. മുതലാളിത്തം വളർന്നത് എങ്ങനെ എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മൾ സോഷ്യോളജിയുടെ ഉത്ഭവമൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചപ്പോൾ മുതലാളിത്തം വളർന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യൂറോപ്പിൽ ഈ ഒരു വ്യവസായ വിപ്ലവം ഉണ്ടായതുകൊണ്ടും ഒക്കെയാണ് മുതലാളിത്തം എന്ന് പറയുന്ന ആശയം ഉണ്ടാകുകയും സോഷ്യോളജി ഉണ്ടാകുകയും ഒക്കെ ചെയ്തതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയെ തുടർന്ന് ഉയർന്നു വരികയാണ് ചെയ്തത് മുതലാളിത്തം. ഫ്യൂഡൽ വ്യവസ്ഥിതി, പഴയ കാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഫ്യൂഡലിസം ഉണ്ടായിരുന്നു. ആ ഫ്യൂഡലിസം തകർന്ന് തരിപ്പണമായി. അവിടെ യജമാനനും തൊഴിലാളിയും പോലെ ഒരു അടിമ വ്യവസ്ഥ തന്നെ ആയിരുന്നു. അപ്പോൾ ഫ്യൂഡലിസം തകർന്നു. യൂറോപ്യന്മാർക്ക് മുതലാളിത്ത ആശയങ്ങൾ വന്നു. വ്യവസായ ശാലകൾ വരുന്നു. അവരെന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പര്യവേഷണങ്ങൾ നടത്തുന്നു. പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാൻ തുടങ്ങുന്നു. കപ്പൽ മാർഗവും ഒക്കെ അവർ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങുന്നു. സമ്പത്തിൻ്റെ കവർച്ചകൾ നടന്നു. അവിടെ ഒരുപാട് നടന്നപ്പോൾ കൂടുതൽ കിട്ടുമ്പോൾ വീണ്ടും കിട്ടാനുള്ള മോഹം. ഒപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ വളർച്ച. സാങ്കേതിക വിദ്യ നല്ല രീതിയിൽ ഉയർന്നു വന്നു. വ്യവസായങ്ങളിലും കൃഷിയിലുമുള്ള നിയന്ത്രണങ്ങൾ. വ്യവസായശാലകളിലും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള വ്യവസായങ്ങൾ ആരംഭിക്കുവാനുള്ള ശ്രമങ്ങളും കൃഷികളും അതുപോലെ തന്നെ അവർക്ക് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ കൃഷികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു നയം. കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ മൂലമാണ് മുതലാളിത്തം വളർന്നത്. എന്തൊക്കെയാണ്? ഫ്യൂഡലിസം തകർന്നു. യൂറോപ്യന്മാർ പല സ്ഥലങ്ങളും രാജ്യങ്ങൾ കണ്ടു. സമ്പത്തിൻ്റെ കവർച്ച അനുസൂതം തുടർന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ വളർച്ച. വ്യാവസായിക വിപ്ലവം വേണമെങ്കിൽ എഴുതാം. അതുപോലെ തന്നെ വ്യവസായങ്ങളിലും കൃഷികളിലുമുള്ള നിയന്ത്രണങ്ങൾ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ നിയന്ത്രണങ്ങൾ വയ്ക്കുന്നു. കോളനികൾ സ്ഥാപിക്കാൻ തുടങ്ങി. കോളനി എന്ന് പറയുന്ന നല്ലൊരു ഐഡിയ ആണെന്നും മറ്റൊരു വിഭാഗം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ പറ്റുമെന്നുമുള്ള ചിന്ത വന്നു. കൊളോണിയലിസം എന്ന് പറയുന്ന ആശയം ഉണ്ടാക്കുന്നു. പല സ്ഥലങ്ങളിലും കോളനികൾ സ്ഥാപിക്കുന്നു. ഇതാണ് മുതലാളിത്തം വളരുവാനുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുതലാളിത്തം എന്ത്, മുതലാളിത്തത്തിൻ്റെ സവിശേഷതകൾ, മുതലാളിത്തം വളർന്നത് എങ്ങനെയെന്ന്. അപ്പം ഇത് ചിലപ്പോൾ ഒരു ചെറിയ മാർക്കിന് ചോദിക്കാം കേട്ടോ. ഇത് ഇത്രയുമായിട്ട് ഒരു 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചിലപ്പം ചോദിക്കാം.
അപ്പോൾ അത് നമ്മൾ കൊളോണിയലിസത്തെ മനസ്സിലാക്കൽ ചോദിക്കുമ്പം ഇത് എല്ലാം ജസ്റ്റ് ഓരോരോ സെൻറ്റൻസ് വീതം എഴുതിയാൽ മതി. കൊളോണിയലിസത്തിന് മുതലാളിത്തവുമായി കണക്ഷൻ ഉണ്ടെന്നും മുതലാളിത്തം അങ്ങനെ വളർന്നു എന്നും ജനറലായിട്ട് എഴുതിയാൽ മതിയാകും. ഇനി നമ്മൾ കൊളോണിയലിസത്തിലേക്ക് വരുന്നു. കൊളോണിയലിസം മൂലമുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം, ഇത് ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാം. കൊളോണിയലിസം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ച് ഭരിക്കുമ്പോഴാണത് കൊളോണിയലിസം ആകുന്നത്. കൊളോണിയലിസം മൂലം നിരവധി മാറ്റങ്ങൾ ഉണ്ടായി. ഒന്നെന്ന് പറയുന്നത് കുടിയേറ്റങ്ങൾ കൂടി. രാജ്യത്തിനകത്തും പുറത്തും കുടിയേറ്റങ്ങൾ ഉണ്ടായി. ജാർഖണ്ഡിൽ നിന്നും ആസാമിലെ തേയിലത്തോട്ടങ്ങളിലേക്കൊക്കെ ജനങ്ങളെ കൊണ്ടുപോകുന്നു. അവിടെ പോയിട്ട് ആ തേയിലത്തോട്ടങ്ങളിലൊക്കെ പണിയെടുപ്പിക്കാമെന്നുള്ള ചിന്തയിൽ ജനങ്ങളെ എന്ത് ചെയ്യുന്നു, മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ അതുപോലെ തന്നെ ബംഗാൾ, മദ്രാസ് പ്രസിഡൻസികളിൽ നിന്നും രാജ്യത്തുടനീളം ആൾക്കാർ ഗവൺമെൻറ് ജോലിക്കാർ കുടിയേറുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നു കൊളോണിയലിസം മൂലം. അപ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജോലിക്കായിട്ട് ഗവൺമെൻറ് ജോലിക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുവാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ അതും എന്ത് സംഭവിക്കുന്നു, അതും ഒരു കുടിയേറ്റമാണ് അവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ തോട്ടങ്ങളിലേക്ക് ജോലിക്കായിട്ട് ആൾക്കാർ കുടിയേറുന്നു. അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഗവൺമെൻറ് ജോലിക്കായിട്ട് ബംഗാൾ, മദ്രാസ് പ്രസിഡൻസി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വലിയ ഡോക്ടർമാരും അതുപോലെ അഭിഭാഷകന്മാരും ഒക്കെ അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട നല്ലൊരു തൊഴിലായിരുന്നു അഭിഭാഷക വൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യുന്നു, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുവാനായിട്ട് ഓരോ സ്ഥലങ്ങളിലും കുടിയേറുവാനായിട്ട് തുടങ്ങുന്നു. അതിനു മുമ്പ് അത്രത്തോളം കുടിയേറ്റങ്ങളൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊളോണിയലിസം ഉണ്ടാക്കിയ മാറ്റങ്ങളിൽ ഒന്നാമത്തതാണ് കുടിയേറ്റം. രണ്ടാമത്തത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. പാശ്ചാത്യ വിദ്യാഭ്യാസം സർക്കാർ ഗുമസ്തന്മാരെ വാർത്തെടുത്തു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വന്നപ്പോൾ അവരുടെ കൂടെ നിന്ന് പണിയെടുക്കുവാനായിട്ട് ക്ലർക്കുമാർ, സർക്കാർ ഗുമസ്തന്മാരുണ്ടാകുന്നു. ഈ ഗുമസ്തന്മാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നു. ജനങ്ങളിൽ പക്ഷേ ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ജനങ്ങളുടെ മനസ്സിൽ ദേശീയ ബോധം ഉണ്ടാക്കുവാനും ആ ദേശീയ ബോധം എന്ന ചിന്ത നമ്മളിൽ കോളനി വിരുദ്ധ പോരാട്ടങ്ങൾ തുടങ്ങുവാനും ഒക്കെ സഹായിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ ജനങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അതവർക്ക് വിപരീതമായിട്ടാണ് വന്നത്. ജനങ്ങളിലത് ദേശീയ ബോധം ഉണ്ടാക്കുവാനും കോളനി വിരുദ്ധ പോരാട്ടങ്ങൾ തുടങ്ങുവാനും ഒന്നിക്കുവാനും ഒക്കെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പുതിയ ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. സമത്വമുണ്ടെന്നും സാഹോദര്യമുണ്ടെന്നും തുല്യതയുണ്ടെന്നും ഒക്കെയുള്ള ആശയങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം മൂലം ലഭിക്കുന്നു. അപ്പോൾ 1 കുടിയേറ്റം, 2 ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, 3 മുതലാളിത്തത്തിൻ്റെ ഉയർച്ച. കൊളോണിയലിസം മൂലമുണ്ടായ മാറ്റം എന്ന് പറയുന്ന മുതലാളിത്തം എന്ന ആശയത്തിനെ വളർത്തുവാനായിട്ട് കൊളോണിയലിസം കാരണമായി. 15-ാം നൂറ്റാണ്ടിൽ പശ്ചിമ യൂറോപ്പിൽ രൂപം കൊണ്ട മുതലാളിത്തം എന്ന ആശയമാണ് കൊളോണിയലിസം മൂലമുണ്ടായ സുപ്രധാന മാറ്റം. ഇന്ന് ലോകമെമ്പാടും എന്തുണ്ട്, ഈ മുതലാളിത്തം എന്ന് പറയുന്ന ആശയമുണ്ട്. ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിനകത്ത് അതുപോലെ തന്നെ പേജ് നമ്പർ 147 ഒരു ഇന്ത്യൻ വംശജരായ ജനത എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബ്രിട്ടന്റെ തേയിലത്തോട്ടങ്ങളിലും മറ്റും അടിമ വേല ചെയ്ത് ജീവിതം തള്ളി നീക്കി അവരുടെ പിൻഗാമികൾ ഇന്ന് ഇന്ത്യൻ വംശജരായ ജനത എന്ന് പറയുന്നു. അതായത് ജനങ്ങളെ കപ്പലുകളിൽ കയറ്റി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും കോളനികളിൽ പണിയെടുപ്പിക്കുന്നതിനായിട്ട് ഇവർ കൊണ്ടുപോകുകയും ഒരുപാട് പേരും മടങ്ങി വന്നില്ല. ചിലരൊക്കെ വഴിയിൽ വെച്ച് മരിച്ചു. അവശേഷിക്കുന്നവർ ബ്രിട്ടൻ്റെ തോട്ടങ്ങളിലും മറ്റും അടിമവേലകൾ ചെയ്ത് ജീവിതം തള്ളി നീക്കുന്നു. ഇവരെ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അഥവാ ഇന്ത്യൻ വംശജരായ ജനത എന്ന പേരിലാണ് വിളിക്കുന്നത്. അത് ഇവിടെ പഠിപ്പിച്ച വഴിക്ക് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അത് 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ചോദിക്കാം. ആരാണ് ഇന്ത്യൻ വംശജരായ ജനത എന്ന്? ബ്രിട്ടീഷുകാർ കോളനിവൽക്കരണ കാലത്ത് നമ്മുടെ ഇവിടെ നിന്നും കൊണ്ടുപോയ അവിടുത്തെ ഇവിടെ നിന്ന് മാത്രമല്ല ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും ഒക്കെ കൊണ്ടുപോയി തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കുവാൻ കൊണ്ടുപോകുകയും കുറേ പേര് വഴിയിൽ വെച്ച് മരിച്ചുപോയി, കുറേ പേര് അവിടെ അടിമവേല ചെയ്തു, പിന്നെ അവിടെ തന്നെ ജീവിതം തുടർന്നു. അവരെ ഇന്ത്യൻ വംശജരായ ജനത എന്ന പേരിലാണ് ഇന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അടുത്തത് മുതലാളിത്തം ഉയർന്നു എന്ന് പറഞ്ഞു. ഇനി ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച. ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും കൊളോണിയലിസവും ഒക്കെ ദേശരാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയം വളർത്തുവാനായിട്ട് കാരണമാകുന്നു. കീഴടക്കി വയ്ക്കലുകൾ മനുഷ്യരെ സ്വതന്ത്രരാകാനും ദേശരാഷ്ട്രം സ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളിൽ എത്തിച്ചു. ഇവിടെ ഒരു അക്ഷരത്തെറ്റുണ്ട്, ശ്രമങ്ങളിൽ എത്തിച്ചു. ദേശീയതയും രാഷ്ട്രചിന്തകളും ജനാധിപത്യ ചിന്തകളും ഉണർന്നു വരാൻ കൊളോണിയലിസം കാരണമായി. ദേശരാഷ്ട്രങ്ങൾ വളർന്നു വരുവാനും ദേശചിന്തയും അതുപോലെ തന്നെ ജനാധിപത്യ ചിന്തയും വളർന്നു വരുവാനായിട്ട് കൊളോണിയലിസം കാരണമായി. 4 പോയിൻ്റാണ്. ഏതൊക്കെയാണ്? കുടിയേറ്റം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, മുതലാളിത്തത്തിൻ്റെ വളർച്ച, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച.
കൊളോണിയലിസം മൂലം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ. അതാണ്. ഇനി അടുത്തത് ഒരു ചെറിയ ഭാഗവും കൂടെ കൊണ്ട് നമ്മളിവിടെ ഇത് നിർത്തുകയാണ്. പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ വംശജരായ ജനത എന്നുള്ളത് മറക്കല്ലേ, ടീച്ചർ അവിടെ വിട്ടുപോയൊരു കാര്യമാണ്. 2 മാർക്കിന് ടെക്സ്റ്റ് ബുക്ക് നോക്കി എല്ലാവരും എഴുതണം. അടുത്തത് കൊളോണിയലിസം ദേശീയതയും തമ്മിലുള്ള വ്യത്യാസമെന്ത്? കൊളോണിയലിസം എന്ന ആശയവും ദേശീയതയും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഇതും ഏതോ ഒരു വർഷം ചോദിച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കൊളോണിയലിസം എന്ന് പറയുന്നത് വിദേശ ഭരണമാണ്. ദേശീയത എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ആശയമാണ്. കൊളോണിയലിസം ജനങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഭരണം നടത്തുമ്പോൾ ദേശീയത ജനങ്ങൾക്ക് പരമാധികാരവും സ്വാതന്ത്ര്യവും നൽകുന്നു. കൊളോണിയലിസം ചൂഷണാത്മകമായ ഒരു ഐഡിയ ആകുമ്പോൾ ദേശീയത രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സ്വാതന്ത്ര്യത്തിനായിട്ട് പ്രവർത്തിക്കുന്നു. ജനാധിപത്യ അവകാശങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ദേശീയത എന്ന് പറയുന്ന ആശയം നിലകൊള്ളുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം, എന്തൊക്കെയാണ്? കൊളോണിയലിസം വിദേശ ഭരണമാണ്, ജനങ്ങളെ അടിച്ചമർത്തി ഭരണം നടത്തുന്നു, ചൂഷണാത്മകവുമാണ്. ദേശീയത എന്താണ്? ദേശീയത ഒരു സ്വതന്ത്ര ആശയമാണ്, ജനങ്ങൾക്ക് പരമാധികാരം നൽകുന്നു, സ്വാതന്ത്ര്യം കൊടുക്കുന്നു, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക സ്വാതന്ത്ര്യത്തിനായിട്ട് ആ ദേശീയത എന്ന് പറയുന്ന ആശയം പ്രവർത്തിക്കുന്നു. ജനാധിപത്യ അവകാശങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തിയുമാണ് എന്തിരിക്കുന്നത്? ഈ ഒരു ദേശീയത എന്ന് പറയുന്ന ആശയം ഇരിക്കുന്നത്. ഓക്കെ, അതോടുകൂടി ഇത് കഴിഞ്ഞു. ഇനി ചെറിയ 2-3 പാട്ടുകൾ, അതായത് ആ ബ്ലാക്കിനകത്ത് കിടക്കുന്നത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ പറയുന്നതായിരിക്കും.